യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണ് പഠിക്കണമെങ്കിൽ ഇസ്ലാമിന്റെ ഹിസ്റ്ററി പഠിക്കുക ആദ്യം. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കും. ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും കൂടിയാണ് എന്ത് തൗഹീദും ശിർക്കും ഈ ജിന്നും അതൊക്കെ എടുത്തിടുന്നത് ഈ ഒരു സാധനം പൂഴ്ത്തി വെക്കാനാണ് എന്നുള്ളത് ഞാൻ ഈ അടുത്ത കാലത്താണ് മനസ്സിലാക്കിയത്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇസ്ലാമിക് ഹിസ്റ്ററി പഠിച്ചാൽ പിന്നെ തൗഹീദും ശിർക്കും ജിന്നും വസീലത്ത് ശിർക്കും ജിന്നൂരിയും മടവൂരിയും വേറെന്താ നെട്ടൂര് എന്തൊക്കെ ഊരണ ആളുകളുണ്ടല്ലോ അതൊക്കെ മാറും. ചേകന്നൂരിയും നിരീശ്വരവാദി യുക്തിവാദി ഇങ്ങനെ കുറെ പേരുകൾ വിളിക്കൂലേ മുർത്തദ് എന്നൊക്കെ, അതൊക്കെ മാറി നിൽക്കും ആദ്യം ഇത് ചർച്ച ചെയ്താൽ. കാരണം പിന്നെ അങ്ങനെ ഒരു വിളിയുടെ ആവശ്യം ഉണ്ടാവില്ല. കാരണം അത്രയും ഭീകരമാണ് ഈ ചെയ്ത മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം. ഒരല്പം മനസ്സിന്റെ അകത്തുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഇതിനെ സമാധാനം എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ചില്ലറയൊന്നുമല്ല മക്കളെ. ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ആലോചിക്കാറുണ്ട്, ഈ ആധുനിക കാലഘട്ടത്തിൽ ഇവർ സമാധാനം കാരുണ്യമൊക്കെ പറയുമ്പോൾ ഇവർ പറയുന്ന സമാധാനം കാരുണ്യവും പറച്ചോനെ എനിക്ക് മനസ്സിലാവില്ല ഇത് എന്തിനാ ഈ സമാധാനം എന്ന് പറയുന്നത്. ഏതെങ്കിലും പാവപ്പെട്ട ഒരുത്തൻ എന്തെങ്കിലും വിഷമവും കണ്ണുനീരൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ നിനക്ക് സത്യവിശ്വാസികൾക്ക് ജയിലാണ് ഇന്നല്ലാഹു അസ്വാബിരീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷമാശീലുക്കളുടെ കൂടെയാണ് അള്ളാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞയക്കും. നേരെ മറിച്ച് സെയിം ഇഷ്യൂ ഏതെങ്കിലും പണ്ഡിത പുരോഹിതൻക്കോ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും നേതാവിനോ കുറച്ച് പണമൊക്കെ ഉള്ളവനാണെന്നുണ്ടെങ്കിൽ ഭൗതികപരമായിട്ട് ചിന്തിച്ച് ലോകത്ത് കിട്ടാവുന്ന എന്തൊക്കെ ഭൗതിക സജ്ജീകരണങ്ങളുണ്ട് അതൊക്കെ ഉപയോഗിച്ചിട്ട് അത് പരിഹരിച്ച് അയാളെ സ്വതന്ത്രനാക്കി വിടുകയും ചെയ്യും. പാവപ്പെട്ടവനാണെങ്കിൽ സത്യവിശ്വാസിക്ക് ജയിലും പിന്നെ അങ്ങോട്ട് പറയണ്ട, അവന് ക്ഷമിച്ച് അവൻ അങ്ങനെ ഇഞ്ചിഞ്ചായി മരിക്കുക. മരിച്ചു കഴിഞ്ഞാൽ നല്ല മനുഷ്യനായിരുന്നു, ഭയങ്കര ക്ഷമാശീലനായിരുന്നു, ആനയായിരുന്നു, കുതിരയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മധുഹും പറഞ്ഞുകൊണ്ട് നടക്കും. ഇപ്പൊ ഇതുവരെ നമ്മൾ വായിച്ചത് ഖുറൈശികളുടെ കച്ചവട സംഘത്തെ തടയുന്നതിന് പ്രവാചകനും സ്വഹാബത്തും ശ്രമിച്ച 5 തടയൽ സമരങ്ങളാണ്. ഈ 5 തടയലുകളും തൗഹീദിന്റെ എന്ത് സംരക്ഷിക്കാനാണ്? ഈ തടയലുകളിൽ ആത്മീയമായ ദൈവികമായ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള എന്തെങ്കിലും പോരാട്ടമുണ്ടോ? ഇവിടെ കൊള്ള നടത്താൻ 2 കൂട്ടരും ഭൗതികമായി സാധാരണ ആ മുമ്പുണ്ടായിരുന്ന ഗോത്രങ്ങൾ എങ്ങനെയൊക്കെയാണോ കൊള്ള നടത്തിയിരുന്നത് അതുപോലെ ഒരു കാരണം മുമ്പിലിട്ടു. എന്ത്? ഏകദൈവ വിശ്വാസികളും ബഹുദൈവ വിശ്വാസികളും എന്നൊരു കാരണം അവിടെ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ വിശ്വാസം എന്ന് പറയുന്ന സാധനം ഈ തടയലുകളിൽ ഒരു തരത്തിലും ബന്ധപ്പെടുന്നില്ല. അവിടെയുള്ള ഗോത്രങ്ങൾ മുമ്പ് ചെയ്തിരുന്ന അതേ സംഭവം തന്നെയാണ് ഇവിടെ ഈ പറയുന്ന ഏകദൈവ വിശ്വാസികളും അതുപോലെ അള്ളാഹുവിന്റെ വഹീന അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്ന ആളുകൾ ചെയ്തിട്ടുള്ളൂ. അതിൽ നിന്നും വ്യത്യാസമായി ഇവിടെ ഒന്നും കാണുന്നൊന്നുമില്ല.